ഏട്ടാ തിരക്കിലാണോ? ഞാനൊരു കാര്യം പറയട്ടെ. അപ്പുറത്തെ വീട്ടിലെ രമല്ലേ, അവളുടെ പിറന്നാളിന് അവളുടെ കുട്ടി വലിയ ഡയമണ്ട് നെക്ലസ് മേടിച്ചു. എനിക്കുണ്ട് ഒരു കുട്ടി. എന്റെ പിറന്നാളിന് ഒരു ഡയമണ്ട് നെക്ലസ് പോയിട്ട് ഒരു സ്വർണ്ണമാല പോലും മേടിച്ചില്ല. എന്തിനു പറയാൻ, ഒരു നല്ലൊരു ഡ്രസ്സ് പോലും എനിക്ക് എത്ര കാലം എടുത്തു തന്നിട്ട്. അവള് ഇങ്ങനെയൊക്കെ പൊങ്ങച്ച പറയുമ്പോ എനിക്കും കുറച്ച് പൊങ്ങച്ചം പറയാനൊക്കെ തോന്നില്ല. ഞാനും കുറെയൊക്കെ തട്ടി വിട്ടിട്ടുണ്ട്. ഇതൊന്ന് മേടിച്ചതിന് അവള് വിചാരിക്കും നമുക്ക് കഴിവില്ലാത്തവരാണെന്ന്. അപ്പൊ നമുക്ക് നാളെ പോയി ഡയമണ്ട് നെക്ലസ് മേടിച്ചാലോ? എന്താ ഏട്ടാ, എന്താ പറ്റിയേ? കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കണം. എന്റെ എന്തോ ഒരു വിഷമമുണ്ടല്ലോ. എന്താ പറ്റിയേ? അതൊന്നും സാരമില്ല. വയസ്സില്ലാത്തൊക്കെ നമ്മൾ അറിഞ്ഞാൽ പോലെ മറ്റുള്ളവരെ അറിയിക്കാൻ നിൽക്കണോ? എന്നാലും നമ്മൾ നല്ല രീതിക്ക് തന്നെയല്ലേ ജീവിക്കണേ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായെങ്കിലും നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? കുറച്ച് മിച്ചം വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ജീവിക്കുന്നില്ലേ സന്തോഷമായിട്ട്? ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. ഏട്ടന്റെ കഷ്ടതകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ ഞാൻ ജീവിക്കണേ. ഇതുവരെയായിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് മാത്രമല്ലേ ഞാൻ പറയാറുള്ളൂ. വേറൊന്നും എനിക്ക് വേണ്ട. ഇതുപോലെ സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ മാത്രം മതി. എന്താ കുറെ നേരമായില്ല ഫോണിൽ കളിക്കാൻ തുടങ്ങിയിട്ട്? എന്താ പരിപാടി? നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ മാത്രം സമയമില്ല അല്ലെ? 24 മണിക്കൂർ ഫോണിൽ കളിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. ജോലിക്ക് വന്നു കഴിഞ്ഞാലും ഫോണില്, ജോലിക്ക് പോകുമ്പോഴും ഫോണില്, വന്നാലും ഫോണില്, കക്കൂസ പോകുമ്പോഴും ഫോണില്, ഒക്കെ ഫോണില്. ഈ ഞാനിവിടെ ജീവിച്ചിരിപ്പുള്ള കാര്യം നിങ്ങൾക്ക് വല്ലതറിയോ? എന്താ പേടിച്ചു പോയോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നിങ്ങൾ ഏത് സമയം ഫോണിൽ കളിക്കണോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർമ്മ ഉണ്ടായാ മതി. നമുക്കൊന്ന് പുറത്തു പോയാലോ? എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരും. പുറത്തു പോയാല് നല്ല ഫുഡ് മേടിച്ചു തരണം. എനിക്ക് ഷവർമ്മ മതി. പോയാലോ? എന്തേ പോവാ? പോവാന്ന് പറ. നിങ്ങൾ എന്തെങ്കിലും അന്തം പോയ കുന്തം പോലെ നോക്കിയിരിക്കണേ? എന്തേ, നിങ്ങക്ക് എന്നെ കൂടെ വരാൻ ഇഷ്ടല്ലേ? ഓ, അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന്റെ കൂടെ പോവാനാണ് ഇഷ്ടം. ആ വാ. ഞാനൊന്നും നിങ്ങളുടെ പൈസ എടുത്തിട്ടില്ല. നിങ്ങളുടെ പൈസ തന്നെയാണ് എനിക്ക്. ഞാനൊന്നും എടുത്തിട്ടില്ല. അത് ഞാൻ അമ്മ തന്ന പൈസ കൊണ്ട് മേടിച്ചത്. അല്ലാണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി പൈസ കൊണ്ട് മേടിച്ചോന്നല്ല. നിങ്ങളുടെ പെണ്ണിന്റെ പോക്കറിലുള്ള പൈസയുടെ കാര്യം ഇക്കതിനെ അറിയാനാണ് നിങ്ങൾക്കല്ലേ അറിയ. പൈസ എടുത്തോടുത്ത് വെക്കണം, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെ കാണാണ്ടായി പോവുക ചെയ്യും. അത് പിന്നെ വന്നിട്ട് കുറ്റം കണ്ട് ഇപ്പൊ എന്താ കാര്യം? ഞാനും കൊടുത്തിട്ടില്ല നിങ്ങളുടെ പൈസ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പൈസ എടുത്തിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഈശ്വര, ഞാൻ അടിച്ചു മാറ്റിയ കാര്യമായിട്ട് എങ്ങാനും അറിഞ്ഞു. വേഗ പൈസ എങ്ങനെയൊക്കെ ഒന്ന് തീർക്കണം. എന്റെ മനുഷ്യൻ എത്ര കാലം നിങ്ങൾക്ക് ഞാൻ ചോദിക്കണം. എനിക്ക് കുറച്ച് പൈസ വീട്ടിൽ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് അവർക്ക് ഒരു കടം കൊടുക്കാനും നിങ്ങളുടെ അമ്മയ്ക്കൊക്കെ കൊടുക്കാനൊക്കെ നിങ്ങളുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടല്ലോ. എനിക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ മാത്രം നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. എന്നാ എന്തെങ്കിലും മേടിച്ചിട്ട് എനിക്ക് കൊണ്ടു തരാം ആദ്യം ഇല്ലേനു. വല്ലാത്ത കഷ്ടം. നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് വന്നതിന് ശേഷം എന്റെ ഗതി അതോ ഗതി.